നമ്മളങ്ങ് നടന്നും ലിഫ്റ്റ് അടിച്ചും കാറിലും ബൈക്കിലും ടാക്സിയിൽ വരെ ലോകം ചുറ്റുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ കഴുതയിൽ ലോകം ചുറ്റുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് മൊറോക്കോ മൗറിട്ടാനിയ ബോർഡറിലാണ്. ഞാനിപ്പോൾ കണ്ടത് കഴുതയിൽ മൊറോക്കോയിൽ നിന്ന് മൗറിട്ടാനിയ പോയി അവിടെ നിന്ന് മാലി, ചാഡ് അങ്ങനെ പല രാജ്യങ്ങൾ പോയി സൗദി വരെ പോകുന്ന ഒരു യുവാവിനെയാണ് കേട്ടോ ഞാനിവിടെ കണ്ടിട്ടുള്ളത്. പുള്ളിക്കാരൻ പറയുകയാണ് അപ്പുറത്ത് പോയാൽ നീ പൊട്ടിച്ചാവുന്നാണ് പറയുന്നത്. അവിടെ നിന്ന് പോവല്ലേ എന്ന് കുറെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. Sadiq. You Sadiq, Ana Sadiq, please. Okay. രാവിലെയായി, ഇന്ന് 12 മണിയായി. ഞാൻ നിൽക്കുന്ന വില്ലേജിന്റെ പേര് പോലും എനിക്ക് അറിയില്ല. സ്ഥലത്തിന്റെ പേര് ഒരു 100 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് 80 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മൗറിട്ടാനിയൻ ബോർഡറിലോട്ട്, മൊറോക്കോയിലെ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെയാണ് ചെയ്തത്. ഇവിടെ എന്നെ കൊണ്ടാക്കിയ കുറച്ച് ഇവിടുത്തെ ലോക്കൽസ് അവർ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞു. ഇപ്പം 12 മണിയായി. അവർ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുമായിരുന്നു. നല്ല സമയം പഞ്ച്വാലിറ്റി ഉള്ള ആളുകളാണ് കേട്ടോ മൊറോക്ക. നമ്മളെ ഇന്ത്യക്കാരെ പോലെ തന്നെയാണ്, ഭയങ്കര പഞ്ച്വാലിറ്റിയാണ്. 10 മണി എന്ന് പറഞ്ഞാൽ 12, 2 മണിയാവും. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. ഞാൻ കാണുന്ന സ്റ്റേ ചെയ്ത റൂം ഇവിടെയാണ്. ഇതൊരു കണ്ടില്ലേ നമ്മുടെ പഴയൊരു ബിൽഡിംഗ് കോംപ്ലക്സ് അല്ല, ഒരു സ്കൂളൊക്കെ പോലുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അതിൻ്റെ നടുക്ക് അവർ റൂഫിങ് ഇതുപോലെ ചെയ്ത് ഒരു നടുക്ക് ഒരു പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളി ഒരു സെറ്റപ്പ് ഹോട്ടലാണ് കേട്ടോ. അതായത് ഭയങ്കര ലക്ഷറി അല്ല, പക്ഷേ ഒരു വേറൊരു വൈബ് കണ്ടില്ലേ. ഇതിൻ്റെ അകത്ത് അവർ ഈ നടുക്കൊരു റൂഫ് ചെയ്തിട്ട് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇനി താഴോട്ട് ഇറങ്ങിപ്പോട്ടെ. നല്ല അടിപൊളി റൂമൊക്കെ ആണ് കേട്ടോ. ഈ 10,000-1500 രൂപയ്ക്കൊന്നും കുഴപ്പമില്ല. ഇതാ ഇവിടെ ഉള്ള ഈ ഭാഗങ്ങളൊക്കെ കാണാൻ എന്ത് മനോഹരം അല്ലേ. ഫുള്ള് നമ്മുടെ ബോഗൻവില്ല ചെടികളൊക്കെ വെച്ച് മനോഹരമാണ്. ഞാനിനി താഴോട്ട് ഇറങ്ങട്ടെ. എല്ലാവരും രാവിലെ തന്നെ വിട്ടു. ഇവിടെ മൊറോക്കോയിലും ഈ ഒരു ഭാഗത്തൊക്കെ ധാരാളം ക്യാമ്പർ വാൻസ്, ഈ യൂറോപ്പിൽ നിന്നൊക്കെ ക്യാമ്പർ വാനും കൊണ്ട് ഈ മരുഭൂമിയിലൊക്കെ പല ആളുകളും ചുറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ വിദേശികളെ ഇങ്ങനെ ലിഫ്റ്റ് അടിക്കാൻ കിട്ടും, പക്ഷെ ആരും നിർത്തൂല കേട്ടോ. അതാണ് വേറെ പ്രശ്നം. ഇതാണ് നമ്മുടെ താഴ്ന്നു വരുമ്പോൾ ഉള്ള ഇവിടുത്തെ വ്യൂ. ഞാൻ ആ ഭാഗത്താണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചെറിയൊരു കോഫി ഷോപ്പും സംഭവങ്ങളൊക്കെ അവർ ആക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇല്ല, നമ്മളല്ലാതെ വാങ്ങിച്ച് നമ്മൾ കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ആപ്പിളും ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടി. കണ്ടില്ലേ. സോ ഞാൻ ആക്ച്വലി ഹോട്ടലിൽ നിന്ന് ഇവിടെ പറഞ്ഞു, ഹേ ബ്രോ, how are you? I'm fine. How are you doing? Good. ഇതാണ് ആക്ച്വലി Peter, journey with Peter, right? Yes. സോറി, സൈക്ലിംഗ് വിത്ത് പീറ്റർ. സൈക്ലിംഗ് വിത്ത് പീറ്റർ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, വേണമെങ്കിൽ ഫോളോ ചെയ്യാം. പുള്ളിക്കാരന് സൈക്കിളോട്ടാണ്. ഡു യു വാണ്ട് ടു സേ ഹായ്? ഇവിടെ വേറൊരു സൈക്ലിസ്റ്റ് ഉണ്ട്. ഇവിടെ ധാരാളം ട്രാവലേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വിട പറയുവാണ്. അപ്പൊ കാണാം. ഓക്കെ മാം, see you. Thanks a lot and good luck. You too. Okay, see you. Bye bye. അപ്പൊ ഞാൻ ഇനി എന്തായാലും പോവുകയാണ്. ഞാനിനി ഹിച്ചേക്ക് ചെയ്ത് പോട്ടെ. കുറേ നേരമായിട്ട് അവരെ വെയിറ്റ് ചെയ്തു, അവർ ഇതുവരെയായിട്ടും വന്നില്ല. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി കേട്ടോ. കുറേ ട്രാവലേഴ്സാണ്. ഇവിടെ മറ്റേ പുള്ളിക്കാരൻ സൈക്കിളിൽ വന്നതാണ്. ഇവിടെ കുറച്ച് കാറുകൾ ഉണ്ടായിരുന്നു, നമ്മുടെ ഓവർലാൻഡിങ് കാറുകൾ. ഇതുകൊണ്ട് അവിടെ കുറേ ക്യാമ്പിംഗ് കാറുകളുണ്ട്. എല്ലാവരും മൗറിട്ടാനിയ പോകുന്നതല്ല, പക്ഷെ അതേസമയം കുറേ പേരൊക്കെ മൗറിട്ടാനിയ ഭാഗത്തോട്ടൊക്കെ പോകുന്നവരാണ്. ഞാനിനി എന്തായാലും ഹിച്ചേക്കട്ടെ, ഇനി സമയമില്ല, നമുക്ക് നോക്കാം. ഞാൻ രാവിലെ ഭക്ഷണം പോലും കഴിച്ചില്ല. ഞാൻ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ആപ്പിളും സംഭവങ്ങളൊക്കെ എടുത്ത് ഞാൻ പുള്ളിക്കാരനും എടുത്തു കേട്ടോ. അവന് ഒരു 2 ആപ്പിളും ഒരു ഓറഞ്ചൊക്കെ എൻ്റെ കയ്യിൽ കുറച്ച് സാധനം ഉണ്ടായിരുന്നു. അത് അവൻ സൈക്കിളുകാരനും എടുത്തു. അവൻ ഭയങ്കര സന്തോഷമായി. ഓ, ബാക്ക് ടു ദ റോഡ്. ഇതുപോലെ കുറേ മോട്ടോർ സൈക്കിളിസ്റ്റ് പോകുന്നുണ്ട്. ഡേർട്ട് ബൈക്കേഴ്സ്. ബിർഗന്തൂസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിനെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. കുറച്ച് വീടുകളും ആകെ റോഡിലുള്ളത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഫുള്ള് എക്സ്ട്രീം ആയിട്ടുള്ള നമ്മുടെ സഹാറയുടെ ഭാഗമാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസറൊക്കെ പാസ് ചെയ്യും. ക്യാൻസർ എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. അപ്പോൾ അതൊക്കെ പാസ് ചെയ്യും. അത് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ലെറ്റ്സ് സീ ഹബീബി, മൗറിട്ടാനിയ. ഐ ആം സോ എക്സൈറ്റഡ്. ഇവിടെയുള്ള കാറുകളൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഇതുപോലത്തെ പഴയ കാറുകളൊക്കെയാണ് കേട്ടോ. പണ്ട് യൂറോപ്പിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന കുറേ കാറുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു കാറ് വരുന്നു, ഹിച്ചേക്ക് നോക്കട്ടെ. ഹബീബി അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കേട്ടോ. ഹബീബി കാറുകൾ വരുന്നു. ഹലോ. ഈ സെനഗലിലോട്ടൊക്കെ പോകുന്ന കുറെ വണ്ടികളുണ്ട്. ആരും ലെഫ്റ്റ് വെച്ചില്ല. അവിടെ ഞാൻ നോക്കിയപ്പോൾ 1, 2, 4 സൈക്കിൾ കേട്ടോ.
ഇവിടെ ഈ സൈക്ലിസ്റ്റുകാർ ഇവർ യൂറോപ്പിൽ നിന്ന് അടുത്തായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മൊറോക്കോ ഒക്കെ സൈക്കിൾ വിട്ടാൻ വരുന്നത്. കണ്ടില്ലേ, അവിടെ 4 സൈക്കിളാണ് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഹോട്ടലിൽ 2 പേരുണ്ടായിരുന്നു, 6 സൈക്കിൾ രാവിലെ തന്നെ. പിന്നെ കുറേ പേര് ഇങ്ങനെ സൈക്കിളിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവർ ആക്ച്വലി ഈ മൊറോക്കോയിൽ നിന്ന് സെനഗൽ വരെ പോകുന്ന ട്രിപ്പ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഈ യൂറോപ്യൻസും മൊറോക്കോ എന്ന് സെനഗൽ വരെ, അത് അവർക്ക് ഒരു സേഫാണ്. അങ്ങോട്ട് പിന്നെ അങ്ങോട്ടൊക്കെ പേടിയാണ് പല ആളുകൾക്കും. അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ കുറേ സൈക്കിൾ ഓട്ടുന്ന കുറേ ആൾക്കാരെ കാണാം. ഇവിടെയുള്ള ആകെ ഉള്ളത് ഇതുപോലുള്ള പള്ളികളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ കുറേ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെയാണ് ഈ കാണുന്നത്. കുറേ ട്രക്കുകളൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ട്രക്ക് ആരും ലിഫ്റ്റ് ചെയ്യുന്നില്ല. ഞാനിനി മുന്നിലോട്ട് നടക്കുവാണ് തൽക്കാലം, കാരണം അവിടെ നിന്നിട്ട് ആരും എനിക്ക് വണ്ടിയിലൊന്നും നിർത്തുന്നില്ല. മുന്നിലോട്ട് വല്ല ഡെസേർട്ടിൽ പോയി നിൽക്കുമ്പോൾ മരിച്ചു വീരണ്ടെന്നുള്ള കാരണത്തിൽ ആരെങ്കിലുമൊക്കെ നിർത്തും കേട്ടോ. സലാം അലൈക്കും. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇവരുടെ ഗവൺമെൻറ് സ്റ്റാഫിന് വേണ്ടി കെട്ടിയിട്ടേക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു പോലീസുകാരൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. എല്ലാ വീടുകൾക്കും ഒരേ തരത്തിലുള്ള അവരുടെ മോഡലൊക്കെ കണ്ടില്ലേ. ഞാൻ നമ്മുടെ നഗരം വിട്ടു കേട്ടോ, ഞാൻ നടക്കുവാണ്, ഇങ്ങനെ നടക്കുവാണ്, വേറൊരു പണിയില്ല. രാവിലെ ആയിട്ട് നടന്നുമില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മിനിമം ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പെട്രോൾ സ്റ്റേഷൻ പോലത്തെ ഒരു ഇത് മാപ്പിൽ കണ്ടു. 8 കിലോമീറ്റർ അവിടെയാണുള്ളത്. പിന്നെ 8 കിലോമീറ്റർ കഴിഞ്ഞാൽ 80 മീറ്റർ 80 കിലോമീറ്റർ കഴിഞ്ഞാലാണ് അടുത്ത ഇതുപോലത്തെ ഒരു വില്ലേജ് വരുന്നത്. അപ്പോൾ 8 കിലോമീറ്റർ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ മരുഭൂമിയിൽ പെട്ടുപോകും. പിന്നെ അത് നടക്കുക. എന്നെപ്പോലെ വേറെ നടന്നു പോകുന്ന ഒരാളെ കണ്ടു. സലാം അലൈക്കും. Andrew. Hey. Andrew. La supermarché. Assalamu. من الهند. مسافر. India. مسافر. പുള്ളിക്കാരൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൂടെ പോവാണ്. പുള്ളിക്കാരൻ നടന്ന് എവിടെ നിന്ന് വരുന്നുണ്ടോ. അടുത്തൊരു സൈക്കിൾ ട്രാവലറാണല്ലോ പോയത്. കുറേ സൈക്കിളുകാരന്മാരുണ്ട്, കുറേ പേര് യൂറോപ്പിൽ നിന്നൊക്കെ പോകുന്നത്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കുറേ കാറുകൾ ഇങ്ങനെ തകർന്ന് പൊളിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ഭാഗത്തൊക്കെ കാറുകളാണ്. ഞാനൊരു ഹോട്ടലിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു റെസ്റ്റോറൻറ്റും ഒരു ഹോട്ടലൊക്കെയാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡേഞ്ചർ അഹൈഡാണ് കാണിച്ചിരിക്കുന്നത്. ഒട്ടകങ്ങൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് നടക്കും, അതിനു വേണ്ടിയുള്ള ഒരു സിഗ്നലാണ്. ഹലോ, ശുക്രാൻ. താങ്ക് യു. അങ്ങനെ കുറേ നേരം നടന്നതിന് ശേഷം എനിക്ക് ലിഫ്റ്റ് കിട്ടി. എന്താ ഇതാണ് കേട്ടോ, പുള്ളിക്കാരനാണ് ലിഫ്റ്റ് വന്ന. എന്താ ഇസ്മായിൽ മൊറോക്കോ. മൊറോക്കയിലുള്ള ഇസ്മായിൽ ബ്രോ എനിക്ക് ലിഫ്റ്റ് തന്നു. ഭാഗ്യം കേട്ടോ. ഞാനല്ലെങ്കിൽ ഇന്ന് നടന്ന് ചത്തയാ. ഒരു പെട്രോൾ പമ്പിന്റെ മുന്നിലെത്തി കേട്ടോ, അപ്പോഴാണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. മൊറോക്കോയുടെ സഹാറ ഭാഗങ്ങളാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അവിടെ പൊടി പോലെ അംശം കാണുന്നത് അത് മരുഭൂമി ഇതാണ്. ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഡൂണുകളാണ് കേട്ടോ ആ വെള്ളമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് നമ്മളിവിടെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, സഹാറ മരുഭൂമി. പുള്ളിക്കാരൻ ഞാൻ ബോർഡറിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങി കിടക്കുമായിരുന്നു. ഇവിടെ ഇവരുടെ അവസാനത്തെ ഒരു പെട്രോൾ സ്റ്റേഷനൊക്കെയാണ്. അപ്പുറത്ത് നമ്മുടെ മൊറോക്കോയുടെ എമിഗ്രേഷനൊക്കെയാണ്. ഞാൻ കുറച്ച് ചില്ലറുണ്ട് വല്ലതും വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മൗറിട്ടാനി നല്ല എക്സ്പെൻസീവാണ്. ഞാനിവിടെ കണ്ട എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കേക്കും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള കേക്ക് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത്. നമ്മുടെ ക്രോസന്റ്, മുട്ട, നല്ല അടിപൊളി കേക്കും, അടിപൊളി ഇത്, അടിപൊളി രസം. ആശ്വാസം.
ഞാൻ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതാ ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പാണ്. ഞാനിനി ബോർഡറിലോട്ട് നടക്കുവാണ്. എൻ്റെ മോനെ വയറ് ഇറഞ്ഞു, കുറേ അടിച്ച് കയറ്റി കേട്ടോ. ഞാൻ അപ്പോഴാണ് ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ കുറേ ഷുഗർ അടിച്ച് കയറ്റി. ഞാൻ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഒരു കഥ കേട്ടായിരുന്നു. ഒരു പുള്ളിക്കാരൻ എൻ്റെ ഒരു ആഗ്രഹമായിട്ടുള്ള ഈ കഴുതേനെയും കൊണ്ട് ഇങ്ങനെ ഡെസേർട്ടിലൂടെ യാത്ര ചെയ്യാം, പണ്ട് ഇബിന് ബത്തൂത്തൊക്കെ യാത്ര ചെയ്ത പോലെ. ആ പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ കേട്ടായിരുന്നു. ഇപ്പം ഞാൻ പുള്ളിക്കാരനെ കണ്ടു കേട്ടോ. അതോ ഇവിടെ ഒരു കഴുതേനെയും കൊണ്ട് നിൽക്കുന്നത്. പുള്ളി കഴുതയുമായിട്ട് ട്രാവലിംഗ്. ഞാൻ എന്തോ മക്കയിലെന്തോ പോകുന്നു എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. പുള്ളിക്കാരൻ നോക്കി, പുള്ളിക്കാരൻ ആമസ്റ്റിക്കിന്റെ തൊപ്പിയൊക്കെ വെച്ചതാണ്ട് കഴുതേനെയും കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ടില്ലേ. എന്ത് രസം. എല്ലാരും നിരന്ന് നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുവാണ്. അവിടെ കഴുതയ്ക്ക് വെള്ള മണലൊക്കെ. വെള്ളി മണലൊക്കെ കൊടുത്ത കേട്ടോ കഴുതയ്ക്ക്. അടിപൊളി. എന്റെ അമ്മ, ഞാൻ എന്ത് ഹാപ്പിയാണല്ലോ. കാരണം ഞാൻ ഇന്നും കൂടെ ആ വണ്ടിയിലിരുന്ന് ലോറിയിലിരുന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനും ഇങ്ങനെ ഓരോ ദിവസം, കാരണം എൻ്റെ ബാങ്കിലെ ഡ്രീമാണ് കുതിരയിൽ പോകണം. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, നെക്സ്റ്റ് കേരളത്തിൽ പോയിട്ട് ഒരു കുതിര വാങ്ങിച്ചിട്ട് കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങിയാലോ. അപ്പം അല്ല പറ്റുക. കാരണം കുതിരയെ പിന്നെ മേയ്ക്കാനായിട്ട് ഓരോ സ്ഥലത്തും ആളുകളെ കണ്ടുപിടിക്കണം, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം, ഓരോ ആളുകളുടെ വീട്ടിലെത്തുമ്പോൾ ഒന്ന് പുല്ലും വല്ലതും ഒക്കെ കെട്ടാനും. പിന്നെ ഞാൻ വെച്ചാൽ കഴുതാക്കിയാലോ. പക്ഷേ അത് നമ്മുടെ വെജിറ്റേഷന് ഓക്കെ അല്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് തുടങ്ങുന്നതിന് കഴുതല്ല. മംഗോളിയയിൽ പോയിട്ട് കുതിര ട്രിപ്പ് പോയാലോ. പക്ഷെ അത് മംഗോളിയ മാത്രമാണ്. പിന്നെ ഞാൻ ChatGPTയിൽ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, കുതിരയും കൊണ്ട് കഴുതേനെയും കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ രാജ്യങ്ങൾ പോകാൻ പറ്റുമോ, അങ്ങനെ പറ്റുമോ, അതിന് വേറെ വാക്സിൻ എടുക്കണോ, അതെന്തെടുക്കണം. അപ്പോൾ ഇനി നാട്ടിൽ പോകുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് തിരക്കണം. ഏതെങ്കിലും ഒരു മൃഗശാല ഡോക്ടറിനെ കണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് പുള്ളിയെ കണ്ടത്. ഭയങ്കര സന്തോഷമായി കേട്ടോ. സോ ഹാപ്പി. ഞാനും ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ പോകും കേട്ടോ. കുതിരയിലും കഴുതയിലും മരുഭൂമിയിലൂടെയും കാട്ടിലൂടെയൊക്കെ ഞാനും ഇങ്ങനെ ഒരു ട്രിപ്പ് പോകും. പണ്ട് 13-ാം നൂറ്റാണ്ടിൽ ഇബ്നു ബത്തൂത്തയൊക്കെ പോയില്ലേ, ആ ഒരു ട്രിപ്പ് ഞാനും പോകും കേട്ടോ ഇൻഷാ അല്ലാഹ്. ബ്യൂറോക്രസിയാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. അതും ഈ ബോർഡറൊക്കെ ഉള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ നമ്മുടെ മൊറോക്കൻ സ്റ്റൈലിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പള്ളിയൊക്കെയാണ്. ഇവിടെ കുറേ ട്രക്കുകളും കാറുകളൊക്കെ ഇങ്ങനെ നിരനിരാ കിടക്കുവാണ്. നടന്നു പോകുന്നതുകൊണ്ട് എനിക്ക് അധികം വലിയ തിരക്ക് വരില്ലായിരിക്കും. ഒരു ടീം 7 ദിവസം 4 രാജ്യങ്ങൾ 730 കിലോമീറ്റർ ബൈക്കിൽ, അവരുടെ ക്രൂ വണ്ടിയാണ് കേട്ടോ ഈ പുറകിൽ കാണുന്നത്. കുറേ തരത്തിലുള്ള പല ആളുകളാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇവിടെയും നമ്മുടെ ബോർഡറിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കപ്പലണ്ടിയും കുറച്ച് ഇവരുടെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ കടകളും സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുറേ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇവരുടെ മാലിയിലെ ഡ്രസ്സാണ് കേട്ടോ. മാലിയല്ല, സോറി, മൗറിട്ടാനിയൻ ഡ്രസ്സാണ് ഈ കാണുന്നത്. ബോർഡറിൽ പോയപ്പോൾ ഇത് മൗറിട്ടാനിയയുടെ EVC ആണ്. അത് മൊറോക്കോക്കാർക്ക് EVC കോപ്പി എടുത്ത് കൊടുക്കണമെന്ന്. ഞാൻ പൈസയൊന്നുമില്ല, എല്ലാത്തിനും ഭക്ഷണം കഴിച്ചു. പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പുള്ളിക്കാരൻ പറഞ്ഞു ഫ്രീ ആയിട്ട് എടുത്തുതരാം. ഇസ്മ താരിഖ്, നൈസ് ടു മീറ്റ് യു. ശുക്രൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. മാ സലാമ. താങ്ക് യു ബ്രോ. If you come in India, my number there. Okay. My phone number. Good trip. Okay. I hope you're good. Thank you. Assalamualaikum. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം തീർത്തു. വിസയ്ക്ക് പൈസയൊന്നും കൊടുക്കണ്ടായിരുന്നു. ഇനിയാണ് നമുക്ക് പൈസ എല്ലാം കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ബോർഡറിൽ പോയിട്ട് മൗറിട്ടാനിയ എക്സിറ്റ് അടിച്ചിട്ട് മൊറോക്കോ എക്സിറ്റ് അടിച്ചിട്ട് മൗറിട്ടാനിയ കയറിയിട്ട് അവിടെ പൈസ കൊടുക്കണം. അപ്പം ഞാൻ പോട്ടെ. മൊറോക്കോയുടെ എക്സിറ്റ് അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ മൗറിട്ടാനിയയിലോട്ട്. لا ما تمشيش. لا هنا ما تمشيش. لا تصور. أنا صور أنت. يا أنا حنقول لك. لا أنا مسافر. أنا أنت من وين؟ من أي بلد؟ من الهند. الهند؟ يس. يا هلا. شوف من هنا ما تمشي، ضروري تاكسي تمشي للحدود تسجل وتصور ودير فيزا. يا في يس. أنا غادي فهمك. لا أنا امشي أنا ما في. تفهم عربي؟ مسافر. تفهم عربي؟ يا أنا مسلم الحمد لله. تفهم عربي شوي. أنا غادي نشرح لك. لا أنا امشي. أنا عارف أنك تمشي على رجليك. شوف وأنا أقول لك ഞാൻ അങ്ങനെ ബോർഡറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 3.5 കിലോമീറ്റർ
മരുഭൂമി കൂടെ നടക്കണം കേട്ടോ. നമ്മളിനി അവിടുത്തെ ബോർഡർ പോകാനായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഫൈനലി വെൽക്കം ടു മൗറിറ്റാനിയ. അടിപൊളി ഒരു ഇൻട്രസ്റ്റിംഗ് കൺട്രിയാണ് മൗറിറ്റാനിയ. ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ മൊറോക്കോയോട് വിട പറയുകയാണ്. ബൈ ബൈ മൊറോക്കോ. ഇതുപോലെ എന്നെ അള്ളാഹ്ക്ക് അറിയാം, ഇതുപോലെ തന്നെ ഇങ്ങനെ മരുഭൂമി കൂടെ നടക്കണം കേട്ടോ. ഒരു 4 കിലോമീറ്റർ ആരെങ്കിലും ഒരു ലിഫ്റ്റ് തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങോട്ട് നമ്മുടെ മൈൻസ് ആണ് കേട്ടോ, ഡേഞ്ചറാണ്. ഇങ്ങോട്ട് നടന്നു പോയാൽ അവിടെയും നമ്മുടെ ഡേഞ്ചർ മൈൻസ് എന്ന് പറഞ്ഞ് നോ ഓൺലി ഇൻ ഓക്കെ പുള്ളിക്കാരൻ പറയുകയാണ് അപ്പുറത്ത് പോയാൽ നീ പൊട്ടിച്ചാവുന്നാണ് പറയുന്നത്. അവിടെ നിന്ന് പോവല്ലേ എന്ന് കുറേ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേഞ്ചർ മൈൻസ്. മൈനിൽ പൊട്ടിക്കിടക്കുന്ന സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് മൈനെന്ന് പറഞ്ഞാൽ ആൾക്കൊക്കെ അറിയാമല്ലോ, ഇപ്പോൾ ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന ബോംബ് നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ പൊട്ടിത്തെറിക്കും. ഇവിടെ പണ്ട് യുദ്ധമൊക്കെ നടന്നതിൻ്റെ ഭാഗമാണ്. ഇവിടെ ഓരോ സാധനങ്ങൾ. ഇതൊക്കെ മൊറോക്കോയിലോട്ട് പോകുന്നതാണ് കേട്ടോ, മൗറിറ്റാനിയ. അടിപൊളി കേട്ടോ. ഇവര് എന്തോ കയറ്റുമാണ്, വണ്ടിയിൽ കയറ്റുന്നു ഉറക്കുന്നു. അവിടെ ഒരു പുള്ളി അവിടെ നിന്ന് നമസ്കരിക്കുവാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ചവറും സംഭവങ്ങളും. ചില കാറുകൾ പോലും കാണാൻ ഒരു പഴയ മോഡൽ കേട്ടോ, അടിപൊളി. ഇനി ഒരു 3.5 കിലോമീറ്റർ ആണ് കേട്ടോ മൗറിറ്റാനിയയുടെ ബോർഡർ. റോഡിൻ്റെ പുറത്തിറങ്ങി ആ ഭാഗത്തോട്ട് പോകുന്നത് നല്ലതല്ല. ഞാൻ റോഡിൽ കൂടെ തന്നെ ഇങ്ങനെ നടക്കുവാണ്. മൈനുണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചത്. ഇവിടെ ഒരു പുള്ളി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലിഫ്റ്റ് തരുമെന്ന് ചോദിച്ചു. പൈസ കൊടുക്കുമെന്ന്. പൈസ ഇല്ല കൊടുക്കാൻ. പിന്നെ രണ്ടാമത് നടക്കാൻ കേട്ടോ, ഒരു 4 കിലോമീറ്റർ അല്ലേ. സഹാറ എന്ന് നിങ്ങളെല്ലാവരും കേൾക്കുന്നതാണ്. പക്ഷെ എന്താണ് സഹാറ? ഈ കാണുന്നതാണ് സഹാറ. സഹാറ സനൽഫം പുതദോ. ഭ്രാന്താണ്. ഇതിനെയാണ് പറയുന്നത് ഹാപ്പിനെസ് ഓഫ് എക്സ്ട്രീമിസം. അതായത് ഈ ഒരു എക്സ്ട്രീം ക്ലൈമറ്റിൽ, ഈ ഇങ്ങനത്തെ മരുഭൂമിയിൽ എക്സ്ട്രീമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിലൂടെ ഇങ്ങനെ നടന്ന് ബോറടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ആ ബോറടിക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നിങ്ങൾ കണ്ടത്. ചിലപ്പോൾ ഇങ്ങനെ ക്രിക്കന്മാരെ പോലെ ഇങ്ങനെ വിളിക്കും. ചിലപ്പോൾ കിടന്ന് വലിയ സൗണ്ടിൽ ഇങ്ങനെ പാട്ട് പാടും. ഒരു മനുഷ്യരും ഇല്ലല്ലോ, ആരെയും നോക്കണ്ടല്ലോ. ആകെയുള്ളത് ഈ ഒരു അന്തരീക്ഷവും ഈ ഒരു നേച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വാക്ക്. ഇത് അറിഞ്ഞൂടാത്തവർ പഠിച്ചു വെച്ചോ. ഹാപ്പിനെസ് ഓഫ് എക്സ്ട്രീമിസം. അതാണ്. أنا موريتانيا. أنا من الهند. أنا مسافر. You Mauritania, Morocco. Mauritania. أنت من المغرب. تتكلم شوي عربية. شوي عربي. أنا مسافر كله بلد امشي. تاخذ كلمة. ഈ വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ അയ്യോ ഞാൻ നടന്ന് തളർന്നേ, ഉപ്പാട് വന്നേനെ. പുള്ളിക്കാരൻ ലിഫ്റ്റ് വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. ഹായ് സദീഖ് ശുക്രാൻ. അങ്ങനെ അവസാനം നമ്മുടെ മൊറോക്കോ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ നോമാഡ്സ് ലാൻഡാണ് കേട്ടോ. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ലാൻഡാണ്. അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് മൗറിറ്റാനിയയുടെ ലാൻഡിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിനി മൗറിറ്റാനിയയുടെ ഭാഗത്തോട്ട് കയറുവാണ്. വെൽക്കം. നമ്മളങ്ങനെ അവരുടെ ബോർഡർ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവരുടെ ബോർഡർ. أنا مسكين. أنا مولي مسكين. أنا امشي. ابن بطوطة. ما ابن بطوطة تعرف؟ موروكو كل. لا صديق. أنا مسكين. أنا صديق. You صديق أنا صديق. Please. Okay. لا. أنا مولي صديق. لا عوني يعني أنا مولي. والله أنا امشي ما في تاكسي. أنا نو تاكسي نو امشي. صديق. أنا مولي. لا عونك. 100 മൗറിറ്റാനിയൻ മണി. يطلع طبعا أنت أنا دربه. Okay.
അങ്ങനെ ഫൈനലി നമ്മുടെ മൗറിട്ടാനിയൻ ബോർഡർ കഴിഞ്ഞു. ഞാൻ മൗറിട്ടാനിയയിൽ കാല് വെച്ചിട്ടുണ്ട്. ഇവിടെ ആണ് കേട്ടോ നമ്മുടെ മൗറിട്ടാനിയ. കുറേ വണ്ടികളിലൂടെ പോകാൻ വേണ്ടി കിടക്കുവാണ്. നല്ല വെയിൽ. നമുക്കറിയാം എങ്ങനെ ആയിരിക്കുമെന്ന് എൻ്റെ മൗറിട്ടാനിയയിലെ ജേണി. ഞാൻ അവിടെ നിന്ന് ഒരു ചിത്രമൊക്കെ എടുത്തു. പുള്ളിക്കാരൻ എനിക്കൊരു ചിത്രമൊക്കെ എടുത്തു തന്നു. ഫുള്ള് മരുഭൂമിയാണല്ലോ. ഫുള്ള് മരുഭൂമിയോട് മരുഭൂമിയാണ്. ഇവിടെ കുറേ ആൾക്കാർ ക്യാമ്പർ വാനിലൊക്കെ വന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു ലിഫ്റ്റൊന്നും കിട്ടില്ല എന്ന്. നമുക്ക് നോക്കാം. എനിക്കൊരു ട്രക്ക് ലിഫ്റ്റ് കിട്ടി. പാവം കേട്ടോ. ശുക്രൻ. പാവം കേട്ടോ പുള്ളി. ഇന്നെനിക്ക് നടക്കേണ്ടി വന്നില്ല. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഡംപ് യാർഡ് പോലെ കുറേ വാഹനങ്ങൾ കിടക്കുവാണ്. എനിക്കറിയില്ല കേട്ടോ എന്ത് കാരണം കൊണ്ടാണെന്ന്. കുറേ ഡംപ് യാർഡ് പോലെ ഇങ്ങനെ കിടക്കുവാണ് വാഹനങ്ങളും സംഭവങ്ങളൊക്കെ. ഇവിടെ നമ്മുടെ മൗറിട്ടാനിയം റെയിൽവേ ലൈൻ പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ അങ്ങോട്ട് മൈൻ ഉണ്ട് കേട്ടോ. ഇവരുടെ മൈൻ അയണോർ ഖനനം ചെയ്യുന്ന മൈൻ ഭാഗത്തോട്ട് പോകുന്ന ഇതാണ്. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പോകുന്നത് നോദിബു എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ട്രക്ക് പോകുന്നത് അങ്ങോട്ടാണ്, നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിലോട്ട്. ഇവിടെ ചെക്ക് പോയിന്റ് ഒക്കെയാണ്. ഇവിടെ ആളുകൾ ഒലു എടുക്കുന്നത് തന്നെ ഇതാ കയ്യിൽ മണൽ വെച്ചിട്ടാണ് കേട്ടോ അവർ ഒലു എടുക്കുന്നത്. ആ സ്ത്രീ കണ്ടില്ലേ, അവിടെ ഇരുന്ന് കയ്യിലെ മണല് വെച്ചിട്ടാണ് കേട്ടോ അവര് ഒലു എടുക്കുന്നത് തന്നെ, തയമം ചെയ്യുന്നത്. ഫുള്ള് വെള്ളമൊന്നും ഇല്ലാതെ തോന്നുന്നു കേട്ടോ ഒരു സ്ഥലത്തും. اوكي اوكي الدواني لي بوليسي اوكي ما في مشكلة شكرا. കുറെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് വണ്ടി നടത്തുന്നുണ്ട്. പക്ഷെ ആരും ലിഫ്റ്റ് തരുന്നില്ല. ഒന്ന് അവരുടെ വണ്ടിയിൽ സ്ഥലമില്ല. കുറെ ആൾക്കാർ ടാക്സി ആയിട്ട് പൈസ ചോദിക്കുന്നുണ്ട്. വിസ എടുത്താൽ എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. വിസ ഞാൻ ഈ വിസ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു. വിസ ഓൺ അറൈവൽ ആണെന്നും പറഞ്ഞ് വരല്ലോ മൗറിട്ടാനിയയിൽ. ഇനി ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക. ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് പൈസയൊന്നും അടയ്ക്കേണ്ട. അത് ഇവിടെ വന്നിട്ട് അടച്ചാൽ മതി. 55 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 5000-1200 രൂപ അടുപ്പിച്ച് വരും. അത് ബോർഡറിൽ വന്ന് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് എയർപോർട്ടിൽ വന്നിട്ട് അടച്ചാൽ മതി. അപ്പോൾ ഈ വിസ എടുത്ത് വയ്ക്കണം. അവരുടെ മൗറിട്ടാനിയൻ ഈ വിസ എന്ന് അടിക്കുമ്പോൾ തന്നെ അവരുടെ വെബ്സൈറ്റ് വരും. അതിലാക്കി അതൊരു 2-3 ദിവസത്തിനുള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്യും അവർ. ഇനിയാണ് പോലെ ലോറിയിൽ സ്ഥലമൊന്നുമില്ല, എന്നാലും ലോറി. سلام ناديو سلام نوديو شكرا الله. شكرا. എനിക്ക് شكرا. ചായയുടെ പാത്രങ്ങൾ, ചായപാത്രം അവര് ഓയിലിന്റെ ക്യാനിൽ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അടിപൊളി. ശുക്രൻ. ഇവിടെ എനിക്ക് ചായയൊക്കെ തന്നിട്ടുണ്ട് അവര്. ഓ ഭയങ്കര മധുരം. നമ്മുടെ ഇന്ത്യൻ പാട്ടൊക്കെ ആണല്ലോ ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ടൗണിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട്. അത്ഭുതമാണല്ലോ. ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ ഇവിടെ എത്തിയപ്പോ. ഭയങ്കര സന്തോഷമുണ്ട്. ഈ നഗരം ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് കേട്ടത്. നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ. വീലിട്ടിട്ട് അവരിതുകൊണ്ട് എന്തോ കാറ് കള്ളാനും അങ്ങനെയൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയുള്ള വണ്ടിയെല്ലാം
ഇവിടെ നമ്മുടെ വണ്ടി എല്ലാ വണ്ടിയും ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇവിടുത്തെ വണ്ടിയുടെയൊക്കെ ഇത് കണ്ടില്ലേ, അവസ്ഥ കണ്ടില്ലേ, ഫുള്ള് മോശമായിട്ട് നടക്കുന്ന വണ്ടികളാണ് കേട്ടോ. ഞാൻ നമ്മുടെ നവാദിപൂല് വന്നിട്ടുണ്ട്. നവാദിപൂല് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ട്രാവലേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് വഴി, മൗറിട്ടാനിയ ഗ്രൂപ്പ് വഴി ഒരു പുള്ളിനെ ലോക്കൽ ഗൈഡിനെ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ പുള്ളിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പുള്ളിയുടെ ക്ലൈന്റ് ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി വന്ന വേറൊരു മലയാളിയാണ് കേട്ടോ. എന്തുണ്ട്, സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇവിടെ എന്താണ് മൗറിട്ടാനിയയിൽ എന്താ പരിപാടി? മൗറിട്ടാനിയയിൽ മറ്റേ അയനോ ട്രെയിനിന്റെ സംഭവം ചെയ്യാൻ വന്ന ട്രെയിന് എടുക്കാൻ വേണ്ടി വന്നതാണോ? വേറെ ഇങ്ങനത്തെ വട്ടുള്ള മലയാളിയൊന്നും കാണുള്ളൂ, കുറച്ചുപേരെ കാണുള്ളൂ. അങ്ങനെ ഒരു വട്ടുള്ള മലയാളി ഞാൻ കണ്ടെത്തി. സുഖല്ലേ? പേരെന്താ? പേര് മിഥുൻ. നാട്ടിലെവിടെയാ? നാട്ടിൽ പാലക്കാട്. ഓക്കെ. അപ്പൊ എന്തായാലും നടക്കട്ടെ. ഇതാണ് കേട്ടോ ബ്രോ, ഇതാണ് നമ്മുടെ മുഹമ്മദ് ബ്രോ. പുള്ളിയാണ് കേട്ടോ ഇവരുടെ ഗൈഡ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ ഇന്ന് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ പിന്നെ പുള്ളി പറഞ്ഞു പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു, പുള്ളിയുടെ അപ്പാർട്ട്മെന്റിൽ. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാണ്. ബ്രോ കാണാം കേട്ടോ. ഓക്കെ, പൊളിക്കേട്ടോ. ഞാൻ കുളിച്ച് റെഡിയായി. ഞാനിതാണ്ട് നമ്മുടെ മൊറോക്കൻ മഗ്രിബി ജിലേബിയൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ, എൻ്റെ നൈറ്റ് റോസ്. എന്നിട്ട് പുള്ളിക്കാരൻ എന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് അവർ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിൽ. ഇവിടെ നമ്മുടെ അടിപൊളി മൊറോക്കൻ ചായ, മൊറോക്കൻ അല്ല മൗറിട്ടാനിയൻ ചായ. മൗറിട്ടാനിയൻ ചായയൊക്കെ ഇവിടെ ഉണ്ടാക്കി അവർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശുക്രൻ. ഇവരെല്ലാവരും ഇതുപോലെ അത്രയും മുഴുവൻ ഒഴിക്കില്ല, പകുതി മാത്രമാണ് കേട്ടോ സാധാരണ ഒഴിക്കുന്നത്. ഇവിടെ നമ്മുടെ ഡിന്നർ മുഹമ്മദ് ബ്രോ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ പാസ്ത. This is pasta with the cow meat. This is very famous here. Yeah, this is very famous here in Mauritania. And we prepare it. This is our dinner for tonight. We spend like 20 hours on the train without eating anything. No time to eat. ഇവര് ട്രെയിന് ഓട്ടിച്ചിട്ട് വരുവാണ്. അപ്പോൾ അതിന്റെ പാസ്ത, ക്യാമൽ മീറ്റ് പാസ്തയും കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മളെല്ലാരും കൂടെ.